എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിമിൽ സെബാസ്റ്റ്യൻ. ഞാനിന്ന് തെലങ്കാന എന്ന സംസ്ഥാനത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് മധ്യഭാഗത്ത് ഉയർന്ന ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ 2 ആണ് തെലങ്കാന ഇന്ത്യയിലെ 29ാമത് സംസ്ഥാനമായി രൂപീകൃതമായത്. വിസ്തീർണമനുസരിച്ച് ഇന്ത്യയിലെ 11ാമത്തെ സംസ്ഥാനവുമാണ്. ജനസംഖ്യാ കണക്കനുസരിച്ച് 12ാമത് സംസ്ഥാനവുമാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 8ാമത് സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയിലെ ഔദ്യോഗിക ഭാഷ തെലുങ്കാണ്. ഉറുദു 2ാമത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിരിക്കുന്നു. 75% ആളുകളും തെലുങ്കും 12% ആളുകൾ സംസാരിക്കുന്നത് ഉറുദുവുമാണ്. കൂടാതെ ഗോണ്ടി, കോളാമി, കോയ, ലംബാഡി തുടങ്ങിയ ഭാഷകളും തെലങ്കാനയിൽ സംസാരിക്കുന്നുണ്ട്. തെലുങ്ക എന്ന വാക്ക് കാലക്രമേണ തെലങ്കാനയായി മാറി. ഹൈദരാബാദാണ് തെലങ്കാനയുടെ തലസ്ഥാനം. തെലങ്കാനയുടെ നീളം 770 കിലോമീറ്ററും വീതി 515 കിലോമീറ്ററുമാണ്. ഏരിയ 1,12,770 കിലോമീറ്റർ സ്ക്വയറാണ്. വാറങ്കൽ, ആദിലാബാദ്, ഖമ്മം, മഹബൂബ്നഗർ, നല്ലഗൊണ്ട, രംഗറെഡ്ഡി, കരീംനഗർ, നിസാമാബാദ്, മേഡക്ക് എന്നീ 33 ജില്ലകളാണ് തെലങ്കാന സംസ്ഥാനത്തിനുള്ളത്. 2009 ഡിസംബർ 9 തെലങ്കാന പ്രദേശത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപെടുത്തി 29ാമത് സംസ്ഥാനമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിനെതിരായ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനാൽ തീരുമാനം നീണ്ടുപോവുകയാണ് ഉണ്ടായത്. 2013 ജൂലൈ 30 അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒടുവിൽ 2013 സെപ്റ്റംബർ 3 സംസ്ഥാനം രൂപവൽക്കരിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനമെടുത്തു. 2013 ഡിസംബർ 5 മന്ത്രിതല സമിതിയിൽ കരട് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. ആന്ധ്ര നിയമസഭയുടെ തീരുമാനം വിപരീതമായിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം പുതിയ സംസ്ഥാനം നിലവിൽ വരികയായിരുന്നു. 2009 ഡിസംബർ 9 തെലങ്കാന പ്രദേശത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നും വേർപെടുത്തി 29ാമത് സംസ്ഥാനമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ശാസ്ത്രീയ സംഗീതം, ചിത്രകല, നാടൻ കലകളായ ഖുർര കഥ, നിഴൽ പാവകളി, പെരിണി ശിവതാണ്ഡവം, ഗുസാഡി നൃത്തം, കോലാടം, ബെത്തുകമ്മ എന്നിവയിൽ സംസ്ഥാനത്തിന് സമ്പന്നമായ പാരമ്പര്യമുണ്ട്. വേണലും ബെത്തുകമ്മയുമാണ് സംസ്ഥാനത്തെ പ്രധാന ആഘോഷങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നായ ഹൈദരാബാദിലെ സലാർജംഗ് മ്യൂസിയം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ മ്യൂസിയങ്ങളിൽ പെടുന്നു. തെലങ്കാന സ്റ്റേറ്റ് ആർക്കിയോളജി മ്യൂസിയം, സിറ്റി മ്യൂസിയം, നിസാം മ്യൂസിയം, വാറങ്കൽ മ്യൂസിയം, ആലംപൂർ മ്യൂസിയം എന്നിവയാണ് തെലങ്കാനയിലെ മറ്റ് മ്യൂസിയങ്ങൾ. തെലങ്കാനയിലെ തദ്ദേശീയ കലാരൂപങ്ങളിൽ ചെറിയാൽ സ്ക്രോൾ പെയിൻറ്റിങ്, നിർമ്മൽ പെയിൻറ്റിങ്, കരീംനഗർ സിൽവർ ഫിലിഗ്രി, ഡെക്കാൻ പെയിൻറ്റിങ് എന്നിവ ഉൾപ്പെടുന്നു. തെലങ്കാന പാചകരീതി ഒരു സവിശേഷവും രുചികരവുമായ പാചകരീതിയാണ്. തിന, റൊട്ടി എന്നിവയുടെ ഉപയോഗത്തിന് പേരുകേട്ടതാണ് ഈ പാചകരീതി. ബിരിയാണി, ഹലീം, കബാബുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി വിഭവങ്ങൾ തെലങ്കാന പാചകരീതിയിൽ ഉൾപ്പെടുന്നു. കൃഷ്ണ, ഗോദാവരി എന്നീ നദികൾ ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായി ഒഴുകുന്നു. തെലങ്കാനയിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ ഏജൻസിയാണ് തെലങ്കാന ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. തെലങ്കാനയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആകർഷണീയങ്ങളായ
താണ്. ചരിത്ര സ്ഥലങ്ങളിൽ സ്മാരകങ്ങൾ, കോട്ടകൾ, വെള്ളച്ചാട്ടങ്ങൾ, വനങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഹൈദരാബാദ് നഗരം, ചാർമിനാർ, ഗോൽക്കൊണ്ട കോട്ട, രാമപ്പൽ ക്ഷേത്രം എന്നിവ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. കുന്തല വെള്ളച്ചാട്ടം, മഞ്ചീര നദി, അനന്തഗിരി കുന്നുകൾ എന്നിവ തെലങ്കാനയിലെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. സംസ്ഥാനത്ത് മതവിഭാഗങ്ങളുടെ വിവിധ മതപരമായ ആചാര കേന്ദ്രങ്ങളുണ്ട്. ഭദ്രാചലം ക്ഷേത്രം, ജ്ഞാനസരസ്വതി ക്ഷേത്രം, യാഗഗിരി-ഗുട്ട ക്ഷേത്രം, രാമപ്പ ക്ഷേത്രം, വെമുലവാഡ രാജേശ്വര ക്ഷേത്രം, കൊണ്ടഗട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രം, ആയിരസ്തംഭം ക്ഷേത്രം, സമത്വ പ്രതിമ എന്നിവയാണ് ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ. ചാർമിനാറിനടുത്തുള്ള മക്ക മസ്ജിദ്, ഖൈർതാബാദ് മസ്ജിദ്, മിയാൻ മിഷ്ക് മസ്ജിദ്, ടോളി മസ്ജിദ്, സ്പാനിഷ് മസ്ജിദ് തുടങ്ങിയ മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുമുണ്ട്. ക്രിസ്ത്യൻ ആരാധനാ കേന്ദ്രങ്ങളിൽ ഡൊർണക്കൽ രൂപത, ബഹേ ചർച്ച് സൗത്ത് ഓഫ് ഇന്ത്യ, മേദക് കത്തീഡ്രൽ എന്നിവ ഉൾപ്പെടുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.